ഇന്ന് നമ്മുടെ മുണ്ടങ്കാവ് വിപണിയിൽ നമ്മുടെ ലാലച്ചൻ വക്കീലുണ്ട് ചെങ്ങന്നൂർ. ലാലച്ചൻ വക്കീൽ ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്താണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. KSUവിൻ്റെ തീപ്പൊരി നേതാവായിരുന്നു. ഇത് സദാശിവപിള്ള സാറ്. ഇദ്ദേഹം പ്രമുഖനായിട്ടുള്ളൊരു കർഷകനും കൂടിയാണ്. സർക്കാരിൻ്റെ ഒരു വിപണിയുടെ മുൻനിര പ്രവർത്തകൻ കൂടിയായിരുന്നു. സാറ് തിരുവല്ലയിലെ RDO ആയിരുന്നു, ജോർജ് സാറ്. ഇവരെല്ലാവരും നമ്മുടെ വിപണിയിൽ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷകരമാണ്. സദാശിവൻ ചേട്ടനോട് തന്നെ ആദ്യം ചോദിക്കാം, വലിയൊരു കർഷകനും കൂടിയല്ലേ ചേട്ടാ? ഇന്ന് നമ്മുടെ ഇവിടുത്തെ വിപണികളൊക്കെ കണ്ടു. ചേട്ടന് പണ്ട് ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു വിപണി നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് വിലയിരുത്തിയായിരുന്നു. കർഷകരെ നേരിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വില കിട്ടാനും അതിന് നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് കൊടുക്കാനും അതുപോലെ തന്നെ വിഷമയമില്ലാത്ത സാധനം നമുക്ക് നേരിട്ട് വീട്ടുകാർക്ക് മേടിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് ഇനിയും നമ്മുടെ വിഷമയമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിനും അത് ഉൽപ്പാദിപ്പിക്കുന്നതിനും നമ്മുടെ കൃഷിക്കാരും അതുപോലെ തന്നെ വീട്ടുകാരും തയ്യാറാകും. നമ്മുടെ ഇവിടെ പച്ചക്കറിക്ക് ഒരു ക്ഷാമം മാറാൻ ഇത് ഉപകരിക്കട്ടെ. അതിന് മുൻകൈ എടുത്ത ജെയിംസ് സാറിൻ്റെ എല്ലാവിധ ആശംസകളും വിപണിക്കുന്നുണ്ട്. ജോർജ് സാർ, എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ വിപണി? സാർ ആലാ വിപണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്നുള്ളൊരു വിപണിയാണ് നമ്മുടെ മുണ്ടങ്കാവ് വിപണി. സാർ കണ്ടിട്ട് സാറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ? ഇതൊരു കർഷക കൂട്ടായ്മയാണ്. അതിനേക്കാളുപരി അഡ്വക്കേറ്റ് ജെയിംസ് ഈ കർഷക മേഖലയിൽ ചെയ്യുന്ന വലിയ സംഭാവനകൾ അത് എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം അദ്ദേഹത്തിന് ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആലായി തുടങ്ങി ഇന്ന് 7-8 കർഷക വിപണികൾ ചെങ്ങന്നൂരിന് ചുറ്റുമായിട്ട് ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഈ കർഷക വിപണിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജെയിംസിൻ്റെതായ ഒരു ടച്ചുണ്ട്. അതുകൊണ്ടൊരു പുതിയ പേര് ഈ കാരണം ഒരു നന്മ കാർഷിക വിപണി അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് ആകർഷകമായ ഒരു പേര് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് കർഷകർക്ക് വളരെ സഹായകമായ ഒരു നിലപാടാണ്. കാരണം 75 വർഷമായി നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക്കായിട്ടും ഇന്നും കർഷകരെ പറ്റി ഓർക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കർഷക സമരങ്ങളൊക്കെ നടന്നു വരുന്ന നാടല്ലേ നമ്മുടേത്. കർഷകർക്ക് ആവശ്യമായ ന്യായമായ വില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. കർഷകരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായ കർഷകരുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മയ്ക്കാണ് ജെയിംസ് സാറ് ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇതൊരു പടർന്ന് പന്തലിച്ച് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം ചെറിയ കൂട്ടായ്മകളും ചെറിയ കർഷക വിപണികളും ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് തിരുവല്ലയിൽ ലാലച്ചനും ഞങ്ങൾ സദാശിവപിള്ള എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വിപണി ആരംഭിക്കണമെന്നുണ്ട്. ഞങ്ങൾക്കും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനൊരു ബ്രാൻഡ് നെയിം കൊടുക്കണമെന്നാണ് പ്രധാനമായി എനിക്ക് പറയാം. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഈ ജെയിംസ് വക്കീലിൻ്റെ ഈ കർഷക പ്രേമവും അതിനുവേണ്ടി ഞാൻ കുറേ കൂടി ചിന്തിക്കുകയും കുറേ പേരോടൊക്കെ ചോദിച്ചപ്പോൾ ജെയിംസ് ഇതിനകത്ത് നിന്ന് ഒരു നയാ പൈസ പോലും ലാഭം ഉണ്ടാക്കുവാനുള്ള യാതൊരു വിധമായ ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ പാഷനോ എന്താണ് ഇതിനോടുള്ള ഒരു വലിയ ഭ്രമം, ഒരു അഡിക്ഷനായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത്. വളരെ നന്നായി ഈ ചെറുപ്പക്കാരനെ നമ്മളെല്ലാം നെഞ്ചോട് ചേർക്കണം. ഈ സംഘടന, ഈ പ്രസ്ഥാനം കർഷകർക്ക് ഉപകാരപ്രദമായി മാറട്ടെ. കർഷകർക്ക് ന്യായമായ വില കിട്ടുവാനും അതിലൊക്കെ ഉപരി ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ വേറിട്ട ഒരു അനുഭവം ഉണ്ടാകും. ആ അനുഭവത്തിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ജെയിംസിൻ്റെ കൂട്ടാളികൾക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊള്ളും. സാറേ, ഞാൻ ലാലച്ച സാറ് പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങളൊന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളൊരു റിപ്പബ്ലിക്കായിട്ട് 75 വർഷമായി. നമ്മളിന്നും എവിടെ നിൽക്കുന്നത്? ഇന്ന് നമ്മൾ വരുന്ന ഉടനെ നമ്മൾ ചുറ്റുപാട് ശ്രദ്ധിക്കുന്ന ഉടനെ പട്ടിണി കഴിയുന്ന ജനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ചൂഷണത്തിനിരയാകുന്ന ജനങ്ങൾ, അത് നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റികളൊക്കെ പൊട്ടിയത് തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞത് പൊതുജനങ്ങളെ സേവിക്കാനായിട്ടുള്ളതായിരിക്കണം. ഇത് പലരുടെയും പള്ള വീർപ്പിക്കാനായിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതായിട്ടാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഗാന്ധിജി, അതേപോലെ ഞാൻ പഠിച്ചിട്ടുള്ള യേശുക്രിസ്തു, ഞാൻ പഠിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ, അങ്ങനെ പലരും, ഞാൻ പല മതങ്ങളുടെയും നമ്മുടെ പല സ്വാതന്ത്ര്യ സമരകാലത്തെ പല നേതാക്കളെയും പഠിച്ചത് ഉൾക്കൊണ്ട് മാത്രമേ ഞാൻ പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലാതെ എന്താ പറയുന്നത്,
എൻ്റെ യാതൊരു നന്മയോ മേന്മയോ ഇതിനകത്തൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരെ നമ്മൾക്ക് കാണിച്ചു തന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ സാറ് തന്നെ ഇപ്പോൾ തിരുവല്ലയിൽ ഒരു നാട്ടുവിപണി ആരംഭിക്കാൻ പോകുന്നു, ഞാൻ അറിഞ്ഞു. ലാലച്ച സാറൊക്കെ ഇതൊക്കെ സംസാരിച്ചായിരുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഈ റിപ്പബ്ലിക് ആകുമ്പോൾ റിപ്പബ്ലിക് ആചരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടിമകളല്ല, നമ്മൾ ഈ നാടിൻ്റെ ഉടമകളാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഉടമകൾ എന്നുള്ളൊരു ചിന്ത വരുന്നതോടെ പല അനീതികൾക്കെതിരെയും പല ചൂഷണങ്ങൾക്കെതിരെയും പോരാടാനായിട്ടും ശബ്ദമുയർത്തുവാനായിട്ടും നമുക്ക് സാധിക്കും. ലാലച്ചൻ സാർ ഞങ്ങളുടെ പഴയ തീപ്പൊരി നേതാവാണ്. പറഞ്ഞു. അല്ല, ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ ഈ വിപണിയിൽ ജെയിംസുമായിട്ട് തന്നെ ഇൻ്ററാക്ട് ചെയ്യുകയും ഇവിടെ വരികയും ആലായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ എഫേർട്ടുള്ള ഒരു പണിയാണ്. ജെയിംസ് അനായാസമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊക്കെ ചെറിയ അസൂയ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും വിജയിക്കാതിരുന്നു. ഞങ്ങളിപ്പം ചെറിയ തോതിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു വിപണി നടത്തുന്നുണ്ട്. അപ്പം അതിനും ഒരു മൗലിക ഭാവം കൊണ്ടുവന്ന് ജെയിംസ് സാറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തിരുവല്ലയിലൊരു വിപണി കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരണം. നമുക്കതിൻ്റെ ഒരു മീറ്റിങ്ങൊക്കെ കൂടിയിട്ട് ക്രമീകരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് 75 വർഷമായെന്നുണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് പക്വത വരാനുണ്ട്, പാകത വരാനുണ്ട്. നമ്മുടെ അവകാശങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയമുണ്ട്. അതുപോലെ നമ്മുടെ ചുമതലകൾ എന്താണെന്നുള്ള കാര്യത്തിലും നമുക്ക് വീഴ്ചകൾ വരാറുണ്ട്. പൗരബോധത്തിൻ്റെ അഭാവം നമ്മുടെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും കാണാം. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മുടെ ഈ പുഴകളും നമ്മുടെ മണ്ണും നമ്മുടെ വായുവും എല്ലാം നശിച്ച് മലീമസമായി പോയത്. അപ്പം ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരു തിരിച്ചുപോക്കും ഒരു തിരിച്ചറിവും ഒരു പുനർവിചിന്തനവും ആവശ്യമായിട്ടുണ്ട്. അതിന് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ചെറിയ ഉറവുകൾ ഒരുമിച്ച് വന്ന് ഒരു വലിയ നദിയായി മാറുന്നത് പോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഉദ്യമങ്ങൾ വലിയ പ്രസ്ഥാനമായിട്ട് മാറി ഒരു നാളിൽ ഈ നാടിൻ്റെ സ്വഭാവത്തെയും രീതിയെയും ചിന്താഗതിയെയും മാറ്റുന്ന രീതിയിൽ വളരുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുമെന്ന് ആഗ്രഹിക്കുകയാണ്. ജെയിംസ് സാറ് ഇതിന് മുടക്കുന്ന ഈ എഫർട്ടും ഇതിന് സ്വന്തം സമയവും കളഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് എത്ര ശ്ലാഘിച്ചാലും ഞാൻ പറയുന്നത് അത് അതിരുകളില്ലാത്ത രീതിയിൽ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തിക്ക് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ശുഭകരമായ ആശംസകൾ. ഞാൻ സാർ അതിനിടെ പറഞ്ഞു സാറിന് എന്നോട് അസൂയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സാറിനോട് അസൂയുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് അവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇലക്ഷൻ നടക്കുന്നു. നമ്മൾ ആ ക്രിസ്ത്യൻ കോളേജിലോട്ട് പോകുന്ന റോഡുണ്ടല്ലോ, അവിടെ ചെറിയൊരു കലിങ്കുണ്ട്. സാറിൻ്റെ കട്ടൗട്ട് പിടിച്ചുകൊണ്ട് ആരാണ്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എൻ്റെ മനസ്സിലൊരു അസൂയ കയറി. പക്ഷേ ഞാനിതെങ്ങനെ തീർത്തെന്നറിയോ, എനിക്ക് അന്നും ഈ രാഷ്ട്രീയ പാർട്ടികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കയറി ഒന്ന് ചെയർമാനായിട്ടൊന്ന് മത്സരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോയി മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ മുരിക്കുമുട്ടിലെ ടോമച്ചാന്, നമ്മുടെ ഒഴുത്തിലെ ബേബിച്ചാന്, നമ്മുടെ സെൻട്രൽ തിയേറ്ററിൻ്റെ കാർത്തികൻ ചേട്ടന്, ഇവരെല്ലാവരും അന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അപ്പം ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ് മണപ്പുറത്ത് ജോർജപ്പൻ, ഇവിടുത്തെ ഒരു വ്യവസായ പ്രമുഖനായിരുന്നു, ജോസാറിൻ്റെ ഫാദർ. അപ്പോൾ ആ ഒരു കണക്ഷനിൽ ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കി. പക്ഷേ ജോസഫ് ഗ്രൂപ്പിൽ എത്ര പേരെ കിട്ടാനാ, ആൾക്കാരില്ലായിരുന്നു. എന്നിട്ട് അന്നത്തെ കോൺഗ്രസ് എസ്, ജനതാദള് എല്ലാവരും കൂടെ കൂട്ടി ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് മൂവ്മെന്റ് DSM എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. ചെയർമാനായിട്ട് സെക്കൻഡ് ഇയർ മത്സരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഷ്ട്രീയം നിർത്തി. അപ്പോൾ സാറിനോടുള്ള അസൂയ എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചു. രാഷ്ട്രീയം നിർത്താൻ പാടില്ല. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് നിൽക്കുമ്പോൾ രാഷ്ട്രീയമായ നിലപാടുകൾ സ്വന്തം പാർട്ടിയുടെ നിലപാടല്ലേ, സ്വന്തം നിലപാടുണ്ട്. ആ നിലപാട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അടിയേറി വെക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള നിലപാടുണ്ട്. എൻ്റെ രാഷ്ട്രത്തെ ഞാൻ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്, പൗരബോധമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഒരു തരത്തിലും, കാരണം അവർക്ക് അവരുടെ നിയമം, രാജ്യത്തിൻ്റെ നിയമം അവർക്ക് പല സമയത്തും നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ജനം അംഗീകരിക്കുന്ന, ജനം ഇഷ്ടപ്പെടുന്ന നേതാക്കൾ നമ്മുടെ നേതാക്കളായിട്ട് വരുന്നില്ല. കാരണം ആരോഗ്യം അടിച്ചേൽപ്പിക്കുന്നവരാണ് നമ്മുടെ നേതാക്കളായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ ജെയിംസിനെ പറ്റി പറയുമ്പോൾ ഏത് പ്രസ്ഥാനവും
ചാകാൻ 1-2 പേരുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം ഭയങ്കരമായിട്ട് 100% വിജയിക്കും. അതിനൊരു വലിയ മാതൃകയോ ഉദാഹരണവുമാണ് ജെയിംസ്. ജെയിംസിന് ചെറിയ കാര്യങ്ങളൊക്കെ കർഷകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, നല്ല ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യാനുള്ള ഒരു 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 സെൻറ്റർ പോയിൻ്റായിട്ട് ഈ വിപണി മാറണം. 1. 2, ഇവിടെ 1000 രൂപയിൽ കുറഞ്ഞ് തൊഴിലാളികൾക്ക് വേതനമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കർഷകർ അവരുടെ കൃഷി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുവാൻ മടി കാണിക്കും. അങ്ങനെ ഒരു ലേബർ ബാങ്ക് നിങ്ങൾ തുടങ്ങുകയും അതിനുള്ളൊരു സംവിധാനം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെയ്യാവുന്നതാണ്. അതുകൂടെ ചെയ്താൽ ഈ പ്രസ്ഥാനം അങ്ങ് വളർന്ന് പന്തലിക്ക് നമുക്ക് ആലപ്പുഴ ജില്ലയും പത്തനംതിട്ട ജില്ലയും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റും. ഞങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സമയത്തിൽ എല്ലാവർക്കും വിജയ ആശംസകൾ. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് നിങ്ങളുടെ വിപണിക്ക് എല്ലാ ആശംസകളും നേരുന്നു. റിപ്പബ്ലിക് ദിന ആശംസകളും നേരുന്നു. സന്തോഷം. സാറേ, ആ പറഞ്ഞ ലേബർ ബാങ്ക്, ആ ഒരു ലേബർ ബാങ്ക് ആയിരുന്നു ആദ്യത്തെ പരീക്ഷണം എന്ന് പറഞ്ഞത്. ആല ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതിനെ തുടർന്നായിട്ട് ഒരു ലേബർ ബാങ്ക് ഉണ്ടാക്കുന്നതിന് ശ്രമമായിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് കേന്ദ്ര സർക്കാർ 8 ലക്ഷം രൂപ തന്നു. 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടുകാർക്ക് ജനാധിപത്യം അർഹിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അന്ന് അതിനകത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് 5 പേര് എനിക്കെതിരായി. അവസാനം ഞാൻ എൻ്റെ മുടക്കുമുതലും കളഞ്ഞ് കേന്ദ്ര സർക്കാർ തന്ന 8 ലക്ഷം രൂപ പാഴാകുമെന്ന് ഉറപ്പുണ്ടായിക്കൊണ്ട് ഞാൻ അവിടുന്ന് രാജിവെച്ച് മാറിപ്പോയി. അന്ന് മേടിച്ച ഉപകരണങ്ങൾ, ഒരു ട്രാക്ടറുണ്ട്, ആ ട്രാക്ടർ ഒരു ബുദ്ധിജീവിയുടെ വീട്ടിൽ തുരുമ്പിച്ച് കിടക്കുകയാണ് ഇന്ന്. അതേപോലെ തന്നെ മറ്റ് കാർഷിക ഉപകരണങ്ങൾ ഓരോരുത്തരും വീട്ടിലെടുത്തുകൊണ്ട് പോയിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് സർക്കാർ ജനങ്ങളെ സഹായിക്കാനായിട്ട് തന്നത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും സാറേ അതെൻ്റെ ഒരു സ്വപ്നമാണ് സാറ് പറഞ്ഞിരിക്കുന്നത് പോലെ. കാരണം നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ എങ്ങാണ്ടൊന്നൊക്കെ ആരാണ്ടൊക്കെ വന്നിട്ട് കുറേ കളനാശിനി അടിക്കുന്നു, മുടിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു, ജനങ്ങൾക്ക് വ്യാപകമായിട്ട് രോഗം ഉണ്ടാക്കുന്നു, എന്നിട്ട് അവന്മാർ സർക്കാരിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റുന്നു. അതാണ് ചുറ്റും കാണുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. അതിന് നമ്മുടെ ഈ കൂട്ടായ്മകളെല്ലാം കൂടെ ഒന്നിപ്പിച്ച് തീർച്ചയായിട്ടും നമുക്കതനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റും സാറേ. തീർച്ചയായിട്ടും യാതൊരു ഫലേച്ഛയുമില്ലാതെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരെ മറ്റുള്ളവർ മാനിക്കും. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മുടെ പൊതുജീവിതത്തിലുണ്ടാകും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രസ്ഥാനം ഉണ്ടാക്കി അവിടെ എല്ലാം നമുക്കെതിരായിട്ട് വരികയാണ്. കാരണം നമ്മുടെ ചോരയും നീരും എല്ലാം ഉപയോഗിച്ച് ധാരാളം പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അവസാനം വരുമ്പോൾ നമുക്ക് പുതുതലമുറ വരുമ്പോൾ അവരാണ് ഇതിൻ്റെ ഭരണത്തിലേക്ക് വരുന്നത്. അവരുടെ കൈവശമാണ് എല്ലാ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ട് ജെയിംസ് മടി കാണിക്കേണ്ട. ഞങ്ങളിവിടെ ജെയിംസ് വിളിച്ചപ്പോൾ ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഇവിടെ വരാനുള്ള പ്രധാന കാരണം ജെയിംസിൻ്റെ ആത്മാർത്ഥതയാണ്. ഈ പ്രസ്ഥാനത്തോടുള്ള നിങ്ങളുടെ കൂറാണ്. നിങ്ങൾ എന്ത് തുടങ്ങിയാലും അത് വിജയിക്കും. കാരണം നിങ്ങൾക്ക് മറ്റ് യാതൊരു ദുരുദ്ദേശവും ഇല്ല. അപ്പോൾ സ്വയം എന്ന അഹങ്കാരമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകും. ഞങ്ങൾ 3 പേരും നിങ്ങളോടൊപ്പം ഏത് പരിപാടികൾക്കും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് സെലക്റ്റഡ് ആയിരിക്കണം. നിങ്ങളെടുത്ത സൊസൈറ്റിയിൽ നിങ്ങൾക്ക് പറ്റിയ, ഞാൻ പഠിച്ച പാഠമാണ്, നമ്മളൊരു സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 100% വിശ്വസ്തരായിട്ടുള്ളവർ മാത്രമേ പറ്റാവൂ. അങ്ങനെ സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് പേര് മതി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ജെയിംസിന് ഈ നാട്ടിൽ വലിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ പറ്റും. എല്ലാ ആശംസകളും. സാറേ, ദൈവം ഇപ്പം നല്ല ഓരോരുത്തരെ കൊണ്ട് തരുന്നുണ്ട്. ദേ നിൽക്കുന്ന ഒരാൾ കണ്ടോ, ഞങ്ങൾ 2 കൂടെ ഇവിടുത്തെ വിപണി നടത്തുന്നത്. ഉണ്ടകാൽ ഒരു ഫൈനാൻസിങ് സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിൽ, നമ്മുടെ പുറകിൽ വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രമാണ്. ഒത്തിരി വ്യത്യസ്തതകളുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ എല്ലാവരും ക്ഷേത്രത്തിന് ചുറ്റും മതിൽ കെട്ടിക്കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫലവൃക്ഷങ്ങൾ വളരുന്ന ഒരു ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം മാറുകയാണ്. ഈ ക്ഷേത്രത്തിൽ ശ്രമദാനമുണ്ട്. മിക്ക ഞായറാഴ്ചകളിലും എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാനും വന്നിട്ട് ശ്രമദാനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ഭക്ഷണത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതെ, ഇത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വേർതിരിക്കുവാനുള്ള ഭിത്തികൾ ഓരോരുത്തർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലാത്തൊരു ലോകം. എല്ലാവരും ഒന്നേപോലെ നമുക്കൊന്നിച്ച് ഏത് കാര്യത്തിൽ പോയാലും അത് വിജയിക്കാൻ പറ്റും. ഞങ്ങൾ അതിൻ്റെ ഒരു വക്താക്കളായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുക്ക വന്നേക്കുന്നത്. ഇദ്ദേഹത്തിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലാതാച്ചാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും. നമുക്കൊരു വലിയ പ്രസ്ഥാനമാക്കി ഇത് മാറ്റാം സാറേ. സാർ എന്തൊക്കെയാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ സാറ് തുടങ്ങാത്ത എന്താണെന്ന് ചോദിക്കായിരിക്കും എളുപ്പം. യൂണിയൻ ആർട്സ് ക്ലബ്ബ്, ട്രാവങ്കൂർ ക്ലബ്ബ്, വിജിലൻസ് കൗൺസില്, പിന്നെ
നമ്മുടെ തിരുവല്ല ഇത് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, യു നെയിം ഇറ്റ്, ഇറ്റ് ഈസ് ദെയർ. തിരുവല്ലയിലുള്ള സർവ്വ പ്രസ്ഥാനങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവും തുടക്കക്കാരനും ജോർജ് സാറാണ്. സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ഒന്നേലും അള്ളിപ്പിടിക്കുകയല്ല. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് തുടങ്ങിയിരിക്കുന്നത് തിരുവല്ല ലൈഫ് കെയർ ഫൗണ്ടേഷൻ കിഡ്നി രോഗികൾക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ആ പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ ക്രിസോസ്റ്റമോസ് തിരുമേനി നരണഭദ്രാസനാധിപൻ ഒരു സ്ഥലം തന്നിട്ടുണ്ട് സൗജന്യമായിട്ട്. ആ സ്ഥലത്ത് അതിൻ്റെ ചെന്നിത്തലയിൽ ഫെബ്രുവരി 16-ാം തീയതി അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ജോർജ് സാറ് പ്രവർത്തിച്ചിട്ട് ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് ജോർജ് സാറ് നിഷ്കാമകർമ്മിയായിട്ട് തുടരുകയാണ്. ഞങ്ങൾ ഈ നമ്മുടെ തിരുവല്ല എന്ന് പറയുന്നത് 1000 പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. ഞങ്ങൾ ഇതുവരെ എത്രയായി ജോർജ് സാറ്? 83 വിവാഹങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു വിവാഹത്തിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ ഒരു പബ്ലിസിറ്റിക്കും പോയിട്ടില്ല. ഒരു പൈസ പോലും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ കേരളം മുഴുവനുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രോഗികളെ സഹായിച്ചു. 500-നോട് അടുത്ത് രോഗികൾക്ക് സാമ്പത്തിക സഹായം. ചിലതൊക്കെ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ 1-2 ലക്ഷം രൂപ പിരിച്ച്. അതെ, ഒരു കുട്ടി, ആദിവാസി കുട്ടി, അതിന് പെട്ടെന്നൊരു ഓപ്പറേഷൻ, MBBS പഠിക്കുന്ന കുട്ടിയായിരുന്നു. പൈസ വേണമെന്ന് പറഞ്ഞ് രാവിലെ 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് വൈകിട്ട് ഞങ്ങൾ 1,60,000 രൂപയോളം പിരിച്ച് ഉടൻ തന്നെ ആ പണം അവിടെ എത്തിച്ചു കൊടുത്ത് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള ഇങ്ങനെയുള്ള പല പ്രവൃത്തികൾ അതെ ഞങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ജോർജ് സാറാണ്. അപ്പം ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ തലത്തൊട്ടപ്പനും ഗോഡ് ഫാദറുമായ ജോർജ് സാറ്. ജോർജ് സാറിന് പിന്നെ ഒരു സ്വഭാവമുള്ളത്, ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൊക്കെ നടന്നത് നേരെ അതിൻ്റെ വഴിയിൽ ഓടാൻ തുടങ്ങുമ്പം പുള്ളി അത് ഉപേക്ഷിച്ചിട്ട് അടുത്തതേ കയറി പിടിക്കും. അങ്ങനെയാണ്, അള്ളിപ്പിടിച്ച് നിൽക്കുകയല്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒത്തിരി നല്ല നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഒന്ന് സംഘടിപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഈ കേരളം സ്വർഗ്ഗതുല്യമാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനൊരു പ്രോജക്റ്റിൻ്റെ തുടക്കം കൂടാണ് നാളെ. ക്ലീൻ ആല, ഗ്രീൻ ആല. നരകത്തിന്റെ കാഠിന്യം ഒന്ന് പറഞ്ഞേ. സെലക്റ്റീവായിട്ട് തീർച്ചയായിട്ടും 100 പേരെ സംഘടിപ്പിക്കുക. തീർച്ചയായിട്ടും സാറേ, ഞാൻ 100 പേരെ സംഘടിപ്പിച്ചു. 100 പേരെ കൊണ്ട് 1000 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുക. അവരായിരിക്കണം നിങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ. നിങ്ങൾ തുടങ്ങിയാൽ മതി. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾ ആരംഭിച്ചു, അത് വിജയിച്ചിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഗൗരവമായിട്ട് തന്നെ ആലോചിക്കാം. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവർ സംഘടിതരല്ല. അപ്പം അവരെ ഒരു പരിധി വരെ സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ വിപണികൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരാണ് നമ്മുടെ വിപണികളുടെ നട്ടെല്ലെന്ന് പറയുന്നത്. വലിയ സംഘടനാ പാഠവും എന്നുള്ള ആൾക്കാർ ആരും ഇതിനകത്തില്ല. നല്ല കുറേ ചിന്തയുള്ള കുറേ ആൾക്കാർ, അവരെല്ലാവരും കൂടെ അതാണ് അത്രയേ ഉള്ളൂ. ഹൃദയത്തിൽ നന്മയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ചെറിയ കൂട്ടായ്മയാണോ? നല്ലൊരു വ്യക്തി നടത്തുന്ന ആള് ജിനുവാണ് പുത്തൻകാവ് വേണ്ടി നടത്തുന്ന ആള്. കാരണം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്കിപ്പോഴും. അത് മതി, അങ്ങനെയുള്ളവരെ സെലക്റ്റീവായിട്ട് എടുക്കും. വളരെ സന്തോഷം നിങ്ങളോട് ഇത്രയും സമയം ചെലവഴിക്കാൻ സംസാരിക്കാൻ സാധിച്ചതിൽ ഞാനും ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. വലിയൊരു കർഷകർ നിൽക്കുന്നു അല്ലേ? ഓക്കെ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, 2 പ്രാവശ്യം പറഞ്ഞു കേട്ടില്ല. 2 പ്രാവശ്യം ഇന്ന് വരണമെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു. ജംഗ്ഷനിൽ കടയുണ്ട്, മാധവ സ്റ്റോർ. മൂന്നാമത്തെ തലമുറയാണ്. അത് ശരി. ഓക്കെ 3ാമത്തെ തലമുറയാണ് മാധവ സ്റ്റോറിൽ. എല്ലാ കാര്യങ്ങളും അത് കാര്യമൊന്നുമില്ല. ഒടുവിൽ നമ്മളെ അത് കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. എന്ന് പറഞ്ഞുകൊണ്ട് അത് വിട്ടറിഞ്ഞേച്ച് പോകത്തില്ല.